രുചി റെസ്റ്റോറന്റ്, ലെറ്റ് ദ ഫുഡ് സ്പീക്ക്, വളപ്പിൽ കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മാവൂർ. 2019 ഒരു കുടുംബത്തിന്റെ പ്രയാസം ഉണ്ടായത് കാരണമാണ് ഈ ഒരു ചാരിറ്റി ഉണ്ടാവാൻ കാരണം. നമ്മൾ ഇതുവരെ ഒരു 100ഓളം കുടുംബത്തിന് ഭക്ഷണ കിറ്റ് കൊടുക്കുകയും അതേപോലെ മരുന്ന്, വസ്ത്രം എന്നിവയൊക്കെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. അർഹതപ്പെട്ട കൈകളിലാണ് നമ്മളിത് എത്തിച്ചത്. പിന്നെ ഒരു വീട്ടിലേക്ക് കറണ്ട് ഇല്ലാത്തൊരു പ്രയാസം, അതേപോലെ വീടിൻ്റെ പുതുക്കി പണീന്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ തണൽ ചാരിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പങ്കാളികളായ ഒട്ടനവധി തണൽ ചാരിറ്റി കുടുംബത്തിന്റെ മെമ്പർമാരുണ്ട്. കുറെ ആളുകളോട് എത്തിയിട്ടുണ്ട്, കുറച്ചാളുകൾ ഇനി എത്താനുമുണ്ട്. എന്നാലും എത്തിയിട്ടില്ലെങ്കിലും അവരൊക്കെ ഒരു പ്രവർത്തനത്തിന്റെയും പ്രാർത്ഥനത്തിന്റെയും ഫലമായിട്ടാണ് നമ്മളെ ഈ തണൽ ചാരിറ്റി മുമ്പോട്ട് പോകുന്നത്. ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ ഏറ്റവും അർഹരായ ആളുകളെ, അതിൽ ജാതിയോ മതമോ മറ്റു വിഭാഗീയ ചിന്താഗതികൾ ഒന്നും തന്നെ നോക്കാതെ അർഹരായ ആളുകളിൽ സഹായം എത്തിക്കുന്നതിൽ മറ്റെല്ലാ സംഘടനകൾക്കും മാതൃകയായിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് തണൽ ചാരിറ്റി നടത്തി വരുന്നത്. അതിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായ തണൽ ചാരിറ്റി കുടുംബത്തിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തൊണ്ടിയേരി ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തണൽ ചാരിറ്റി പ്രസിഡന്റ് PK മുനീർ കുതിരാടം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OM സമീറ, ട്രഷറർ റാഫി MA മെഡിക്കൽസ്, വൈസ് പ്രസിഡന്റുമാരായ സെറീന ചെറുപ്പ, അബ്ദുള്ള കോയമ്പറ്റ്, തണൽ അംഗങ്ങളായ ഷിഹാബ് കുറ്റിക്കടവ്, ഹുസൈൻ സാഫ് മെഡിക്കൽസ്, സുൽഫി കുറ്റിക്കടവ് എന്നിവർ സംബന്ധിച്ചു. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അവരിലേക്ക് എത്തിക്കുന്ന നല്ലൊരു മാർഗത്തിന്റെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും തുടർന്നും നമ്മുടെ എല്ലാ സഹകരണങ്ങളും എല്ലാ ഇതും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ ഒരുപാട് പാവങ്ങളെ നമുക്ക് സഹായിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീടിൻ്റെ പണി തീർത്തു കൊടുക്കാനും അതിലും കൂടുതൽ പല കാര്യങ്ങളും ഇനി ചെയ്യാൻ ഞങ്ങളെ ഉദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള ഒരു ഉറപ്പും വിശ്വാസമുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.